37,512 കോടിയായി ഈ വർഷം ആകെ കടമെടുക്കാമെന്ന് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ ആ 37,512 കോടിയെ ഇപ്പോഴേ തന്നെ കവച്ചു വെക്കാൻ ശ്രമിക്കാതെ മറ്റ് വിഭവ സമാഹരണ മാർഗങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് കാര്യക്ഷമമായിട്ട് നോക്കണം. അതായത് ഈ അടുത്ത ദിവസം തന്നെ വന്ന റിപ്പോർട്ടുകൾ നോക്കി, പത്ര റിപ്പോർട്ടുകളൊക്കെ നോക്കുവാണെങ്കിൽ അറിയാം, ധനവകുപ്പ് എല്ലാ പേപ്പറുകളും, അതായത് ഒരാവശ്യവും ഇല്ലാത്ത പേപ്പറുകൾ പോലും ധനവകുപ്പിൽ വന്ന നിരവധി സെക്ഷനുകളിൽ കയറി ഇറങ്ങി അങ്ങനെ അവിടെ പ്രജനനം നടത്തി വളരെ അതായത് കാലതാമസം എടുക്കുന്ന ഓരോ ഫയലിലും തീരുമാനം എടുക്കാനായിട്ട്. അങ്ങനെ അനുവദിക്കാതെ വളരെ സിലക്റ്റീവായിട്ട് അതിനൊക്കെ നിഷ്ഠയുണ്ട് സർക്കാരിൽ എന്നാണ് പറയുന്നത്. പക്ഷെ ധനവകുപ്പ് അത് പാലിക്കുന്നില്ലെന്ന് പറയുന്നു. ഒരു പക്ഷെ ധനവകുപ്പിന്റെ കുഴപ്പമായിരിക്കത്തില്ല. കാരണം ധനവകുപ്പിന് എല്ലാ ഫിനാൻഷ്യൽ നീഡ്സും, അതായത് ഓരോ വകുപ്പിൽ നിന്നും വരുന്ന കോടിക്കണക്കിനുള്ള രൂപയുടെ ആവശ്യങ്ങൾ നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ ധനപ്രതിസന്ധി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്, അതുകൊണ്ടുള്ള താമസമാകാം. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ബജറ്റിലേക്ക് ഒന്ന് നോക്കുക. ഇക്കഴിഞ്ഞ 2024-25 ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റ്, ആ ബജറ്റിന്റെ വിഭവ സമാഹരണ സ്ഥിതി എന്താണ് എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ ആ ബജറ്റിന്റെ A39 എന്ന ഒരു ടേബിൾ ഉണ്ട്. ബജറ്റ് ഇൻ ബ്രീഫ് എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ബുക്ക്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ് മാത്രമുള്ള ഒരു ബുക്കാണ് ബജറ്റ് ഇൻ ബ്രീഫ്. അതിന്റെ അകത്ത് A39 എന്ന ടേബിൾ എന്ന ടേബിൾ എവിടെയാണ് വരുന്നത്? A41 എന്ന പേജിലാണ് വരുന്നത്. ആ ടേബിൾ എന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, A39 ടേബിൾ എടുത്തു നോക്കിയാൽ അറിയാം, 19,975 കോടിയുടെ കുടിശ്ശികയാണ് പിരിച്ചെടുക്കാനുള്ളത്. 19,975.43 കോടിയുടെ കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞു കേട്ട ഉടനെ ധനമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വകുപ്പിലുള്ളവർ പറയും, അയ്യോ അത് 25 വർഷം കഴിഞ്ഞതാണ്, 40 വർഷം കഴിഞ്ഞതാണ്, കേരളം ഫോം ചെയ്ത കാലം മുതലുള്ളതാണ്, അതൊന്നും പിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയും. അല്ല, ഇതിനകത്ത് തന്നെ ആ ടേബിളിൽ തന്നെ പറയുന്നുണ്ട്, പിരിച്ചെടുക്കാൻ പറ്റുന്ന യാതൊരു തടസ്സങ്ങളുമില്ലാത്ത എമൗണ്ട് ഉണ്ട്. അതെത്രയാണ്? 14,061.30 കോടി. ഒരു തടസ്സങ്ങളുമില്ലാതെ പിരിച്ചെടുക്കാവുന്ന തുകയാണ്. ആ ടേബിളിൽ തന്നെ ഗവൺമെന്റ് തന്നെ പറയുന്നതാണ്. അത് AG ഓഡിറ്റ് ചെയ്തതാണ്, റിസർവ് ബാങ്ക് ഗവനിക്കുന്നതാണ്, സ്വീകരിക്കുന്നതാണ്, കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നതാണ് ഈ ബജറ്റ് ഇൻ ബ്രീഫ് എന്ന് പറഞ്ഞാൽ. അതാണ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്. ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ബജറ്റ് ഡോക്യുമെന്റ് ആണ് ബജറ്റ് ഇൻ ബ്രീഫ് എന്ന് പറയുന്ന ഡോക്യുമെന്റ്. അപ്പൊ ആ ഡോക്യുമെന്റിലാണ് പറയുന്നത് ഒരു തടസ്സങ്ങളുമില്ലാത്ത 14,061.30 കോടിയുണ്ട്. അത് എന്തുകൊണ്ട് പിരിച്ചെടുക്കുന്നു? ഇത് നികുതിയാണ്, നികുതിയേതര വേറെയുണ്ട് കുടിശ്ശിക. ഇപ്പൊ ഈ നികുതി കുടിശ്ശിക എന്തുകൊണ്ട് പിരിച്ചെടുക്കുന്നില്ല? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതേ ചോദ്യം തന്നെയാണ് C&AG, അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ചോദിക്കുന്നത്. അവര് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ഗവൺമെന്റ് സെക്ടറിൽ ഒന്നും പ്രോപ്പറായിട്ട് ഓഡിറ്റിംഗ് നടക്കുന്നില്ല. അപ്പൊ C&AG ഞങ്ങൾ ഇന്ന വകുപ്പുകളിലേക്ക് ഓഡിറ്റിങ്ങിന് വേണ്ടി വരുന്നു, അപ്പോഴേക്കും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഓഡിറ്റിംഗ് കഴിഞ്ഞ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കണം എന്ന് ഇൻഡാസ് കൊടുക്കുമ്പോഴാണ് ഇവിടുത്തെ എന്താ പറയുക, ഈ ഓഡിറ്റേഴ്സ്, ഗവൺമെന്റിന്റെ ഓഡിറ്റേഴ്സ് ഓഡിറ്റിങ്ങിന് വേണ്ടി ഓരോ വകുപ്പിനെയും അപ്രോച്ച് ചെയ്യുന്നത്. അവർ നേരത്തെ അപ്രോച്ച് ചെയ്യാത്തത് കൊണ്ടല്ല, അവർക്ക് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടാണ്. ഗവൺമെന്റ് അവർക്ക് ഓരോ വകുപ്പും ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കണം. ശരി, നിങ്ങൾ വന്നോളൂ, നിങ്ങൾ ഓഡിറ്റിംഗ് നടത്തിക്കോളൂ, ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞ് വകുപ്പുകൾ തയ്യാറാവണം. പക്ഷെ വകുപ്പുകൾ തയ്യാറാകുകയില്ല. ഇങ്ങനെ CAGയുടെ ഇൻഡാസ് കഴിയുമ്പോഴാണ് പല വകുപ്പുകളും ഓഡിറ്റിങ്ങിന് തയ്യാറെടുപ്പ് തുടങ്ങുന്നത്. അങ്ങനെ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ പല കുഴപ്പങ്ങളും. എന്തുകൊണ്ടാണ് ഓഡിറ്റിംഗ് അവർ പ്രിവെന്റ് ചെയ്യുന്നത്, അവർ തടസ്സപ്പെടുത്തുന്നത്? കാരണം വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടാകും, അതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ, അതായത് പുറത്തു വരരുതാത്ത കാരണങ്ങൾ കാണും. അങ്ങനെയുള്ള കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് പ്രോപ്പറായിട്ട് ഓഡിറ്റിംഗ് നടത്താൻ സമ്മതിക്കാത്തത്. അപ്പൊ CAG അപ്പൊ എന്താണ് പറയുന്നത്? കൃത്യസമയത്ത് ഓഡിറ്റിംഗ് നടത്തിയാൽ ഈ നികുതി അടയ്ക്കാത്ത കുടിശ്ശികക്കാരെ ഒക്കെ പിഴയിട്ട് അവരെ കൊണ്ടൊക്കെ അപ്ലോഡ് ചെയ്യിക്കാൻ പറ്റും, ഈ നികുതി കുടിശ്ശിക കൊടുപ്പിക്കാൻ പറ്റും. സമയത്ത് ഇന്റർഫിയർ ചെയ്യണം.
ഇത് എല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു കാരണവശാലും, അതായത് ഗവൺമെന്റിന്റെ പരിധിയിൽ നിന്ന് പോയി ട്രൈബ്യൂണലിലോ കോടതിയിലോ പോയി, ആ സാഹചര്യത്തിലാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. അങ്ങനെയാണ് 5 വർഷവും 10 വർഷവും 20 വർഷവും ഒക്കെ കഴിഞ്ഞ കുടിശ്ശിക കിടക്കുന്നത്. അങ്ങനത്തെ കുടിശ്ശിക തുകയാണ് ഞാൻ പറഞ്ഞത് ബാക്കിയായിട്ടുള്ള, അതായത് ഈ 14,061 കോടി ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തതാണ് 19,975 കോടിയിൽ നിന്ന്. ഇതിന്റെ ഉപരിയായിട്ടുള്ളത് മാത്രമാണ് പ്രശ്നങ്ങളിലുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ 14,061 കോടിയെങ്കിലും പിരിച്ചെടുത്തുകൂടെ? അതിനുള്ള നേതൃഗുണമെങ്കിലും ഓരോ വകുപ്പുകളും കാണിക്കണ്ടേ? നമ്മൾ ഓർക്കേണ്ടത് ഓരോ വകുപ്പിന്റെയും തലപ്പത്ത് IAS ഓഫീസർമാരുണ്ട്. അതുപോലെ തന്നെ എന്തുമാത്രം തസ്തികകളാണ് ഓരോ ഫിനാൻസിൽ തന്നെ ഏറ്റവും കൂടുതൽ തസ്തികയുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി, അങ്ങനെ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അത് ഇതെന്നൊക്കെ പറഞ്ഞ തസ്തികകൾക്ക് വേണ്ടി, പ്രൊമോഷന് വേണ്ടി തസ്തികകൾ സൃഷ്ടിക്കുന്ന അതാണ് ഗവൺമെന്റ് വകുപ്പിന്റെ സ്വഭാവം. അപ്പൊ അങ്ങനെ തസ്തികകൾ ഉണ്ട്. പക്ഷെ ആരും ഇക്കാര്യത്തില്, അതായത് ഓഡിറ്റിങ്ങിന് ഉള്ള സാധ്യത ഉണ്ടാക്കുക, പ്രോപ്പറായിട്ട് ഓഡിറ്റിംഗ് നടത്തുക, അതുപോലെ തന്നെ കുടിശ്ശിക ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രവർത്തിക്കുക, ഇവരൊക്കെ ഖജനാവിന്റെ കാവലാളായേ പറ്റുള്ളൂ. ഖജനാവിനെ നിറയ്ക്കാൻ വളരെ തീക്ഷ്ണമായിട്ട് ശ്രമിച്ചാലേ പറ്റുള്ളൂ. ഇപ്പോഴാണെങ്കിൽ KIS ഓഫീസർമാരെയും അപ്പോയിന്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ വന്നിട്ടും ഈ കുടിശ്ശിക എന്ന ദുരന്തം മാറ്റാൻ ഒക്കുന്നില്ല. അതൊന്ന്. ഇനി അതുപോലെ നികുതിയിതര വരുമാനമാണെങ്കിലും അതെ, അവിടെയും ഇഷ്ടം പോലെ കുടിശ്ശികയുണ്ട്. അതുകൊണ്ടാണല്ലോ CAG 2023 പിന്നെ ഓഗസ്റ്റില് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് 28,258.39 കോടി കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട് എന്നാണ്. പിന്നെ അതെല്ലാം കാര്യകാരണ സഹിതം, വകുപ്പ് സഹിതമാണ് CAG ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും ക്ലിഷ്ടതയുള്ള പ്രതിസന്ധിയുള്ള ഒരു ഗവൺമെന്റിന്റെ കാര്യത്തിലാണ് ഓരോ വകുപ്പിന്റെയും കാര്യക്ഷമത ഇല്ലായ്മയുടെ തെളിവ് CAG നിരത്തുന്നത്. മരിച്ചുപോയവർക്ക് വർഷങ്ങളായി പെൻഷൻ കൊടുക്കുന്നു. ഒരേ വ്യക്തി പല പെൻഷനുകൾ വാങ്ങുന്നു. എല്ലാ ജില്ലകളിലും ഉണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ആ CAG റിപ്പോർട്ട് ഒന്ന് വാങ്ങിച്ച് വായിക്കുക. അങ്ങനെ വായിച്ച് അതൊക്കെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എടുത്തു നോക്കുക. അപ്പൊ അറിയാം എത്രയോ മരിച്ചുപോയവർ, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചവർ പിന്നെ ഇപ്പോഴും പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ മസ്റ്ററിങ് നടത്തണമെന്ന് വന്നിട്ടും എന്താ ഇത് പറ്റാത്തത്? അപ്പൊ അവിടെ എവിടെയൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നുണ്ട്. അതാണ്. അപ്പൊ അങ്ങനെ പിന്നെ മരിച്ചവര് മേടിക്കും, അതുപോലെ പല പെൻഷൻ ഒരേ ആള് മേടിക്കുന്നു. അങ്ങനെ എന്തൊക്കെ അഴിമതി കഥകളാണ്. നമുക്കറിയാം, പട്ടികജാതിക്ക് വേണ്ടി ഉണ്ടായിരുന്ന ഫണ്ട് പട്ടികജാതിക്കാരല്ല, അത് കോർപ്പറേഷന്റെ കാര്യത്തിലാണ്. പട്ടികജാതിക്കാരല്ലാത്തവർ പട്ടികജാതി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വാങ്ങി പ്രയോജനപ്പെടുത്തി പോയി കോടിക്കണക്കിന് ഫണ്ട്. അത്രയധികം എന്താ പറയുക, പിന്നെ ഈ കറപ്ഷൻ നടക്കുന്ന ഒരു സംവിധാനം, ആ കറപ്ഷൻ നടക്കുന്ന സംവിധാനത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നോർക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശമ്പള പരിഷ്കരണത്തിലാണെങ്കിലും യൂണിയനുകൾ വാശി പിടിക്കുമ്പോൾ ഓർക്കണം, കടക്കണിയിലേക്ക് സംസ്ഥാനം പോയാൽ എല്ലാവരും കൂടിയാണ് മുങ്ങിത്താഴുന്നത്. അപ്പൊ അങ്ങനെ പോകാതിരിക്കത്തക്ക രീതിയിൽ കാര്യക്ഷമമായ വിഭവ സമാഹരണം നടത്തിയിട്ട് ഞങ്ങൾക്ക് 40% തരൂ എന്ന് വാശി പിടിച്ചാൽ അത് കൊള്ളാം. ഈ വിഭവ സമാഹരണത്തിൽ കാര്യക്ഷമത കാണിക്കാതെ ശമ്പള പരിഷ്കരണത്തിൽ മാത്രം കാര്യക്ഷമത കാണിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വ്യത്യസ്തങ്ങളായി മാറുന്നത്. ദുരന്തങ്ങളിലേക്ക് നാം പിന്നെ ഇറങ്ങി പോകുന്നത്. അപ്പൊ അത്തരം ഒരവസ്ഥ വരാതിരിക്കാനായിട്ട് ഗവൺമെന്റ് ശ്രദ്ധിക്കണം. വിഭവ സമാഹരണത്തില് ഊർജ്ജസ്വലത കാണിക്കണം. അതായത് നികുതി പിന്നെ ആണെങ്കിലും നികുതിയേതര വരുമാനമാണെങ്കിലും കുടിശ്ശിക വരാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എല്ലാ ചെലവുകളിലും അത്യാവശ്യം, അതായത് ആവശ്യം നോക്കി മാത്രം ചെലവഴിക്കുക എന്ന കർശന നിലപാട് ഗവൺമെന്റ് എടുക്കണം. അങ്ങനെയൊക്കെ എടുത്തില്ലെങ്കിൽ കൈവിട്ടു പോകുന്ന കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ്. കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും, അതായത് കിട്ടുന്ന ഓരോ പൈസയ്ക്കും നികുതി കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെയുണ്ട്. അതായത് കോർപ്പറേറ്റുകളല്ല അവർക്കൊന്നും നികുതി വെട്ടിക്കാനുള്ള മാർഗങ്ങളില്ല. അവർക്കൊന്നും ഷെൽ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള സാധാരണ ജനങ്ങളെ പിന്നെ വെട്ടിച്ചും തട്ടിച്ചും പിന്നെ ഖജനാവിലേക്ക് പണം എത്തുകയില്ല.
അങ്ങനെ എത്തുന്ന പണം വെട്ടിക്കാനും തട്ടിക്കാനും ഗവൺമെന്റ് കൂട്ടു നിൽക്കരുത്. അങ്ങനെ കാര്യക്ഷമമായി വിഭവ സമാഹരണം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോ ഈ 12,000 പേര് പിരിയുമ്പോൾ 7,000 കോടി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. അതാണ് ഞാൻ ബജറ്റ് ഇൻ ബ്രീഫിൽ കിട്ടാനുള്ള, അതായത് ഇവിടെ നമുക്ക് വേണ്ടത് 7,000 കോടി അല്ലെ, ഇവിടെ കുടിശ്ശിക പിടിച്ചെടുക്കാനുള്ളത് ഒരു തടസ്സവുമില്ലാത്ത കുടിശ്ശിക 14,061 കോടി. അത് പിരിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇതാ ഇവരെ വളരെ സുഖമായിട്ട് മാന്യമായിട്ട് സന്തോഷത്തോടെ പിരിഞ്ഞു പോകാൻ അനുവദിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ.